ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ വേളി ബോട്ട് ക്ലബ്ബിലാണ്. ട്രിവാൻഡ്രത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് വേളി ബോട്ട് ക്ലബ്ബ്. പ്രധാനമായും ഇവിടെ ബോട്ടിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് ടിക്കറ്റ് ഫീസ് 20 രൂപയാണ്. എനിക്കും അമ്മുക്കുട്ടിക്കും കൂടെ 40 രൂപയായി. അൻസുമോക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ടിക്കറ്റ് വേണ്ടായിരുന്നു. ഓപ്പണിംഗ് ടൈം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. ബീച്ച് സൈഡ് ആണെങ്കിൽ 6 മണി വരെയും, പാർക്ക് സൈഡാണെങ്കിൽ 7 മണി വരെയാണ്. ഹോളിഡേയ്സിനും വെക്കേഷൻസിനൊക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് പാർക്കുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രെയിനുണ്ട്. ബോട്ടിംഗ് കയറണമെങ്കിൽ 15 പേര് മിനിമം വേണം. സ്പീഡ് ബോട്ടിന് 1000 രൂപയാണ് റേറ്റ്. ഇതിൻ്റെ അകത്ത് തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്. കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് സമയം നമുക്കിവിടെ ചില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ബീച്ച് സൈഡാണെങ്കിൽ ഞങ്ങൾ അധികം പോയില്ല, പകുതി വരെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ മുതിർന്നവർക്ക് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഞാൻ കുഞ്ഞുനാളിലാണ് വേളിയിൽ വന്നിട്ടുള്ളത്. ഈ അടുത്ത കാലത്തൊന്നും വേളിയിലോട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബീച്ച് സൈഡ് അധികം പോയിട്ടില്ല. പക്ഷെ മുതിർന്നവർക്കായിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ടീ ഷോപ്പും ഐസ്ക്രീം പാർലറും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. പിന്നെ അൻസുകുട്ടിയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അടിപൊളിയല്ലേ? എല്ലാ സ്ഥലവും ചുറ്റി നടന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. കാരണം അൻസുമോൾ പാർക്കിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നില്ലായിരുന്നു. ഒരു വിധത്തിലാണ് ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പുണ്ട്. ചോക്ലേറ്റ് എത്ര ചേച്ചി? 80. അഴിഞ്ഞോ ഇത് കെട്ടിക്കൊടുക്കും. ഞങ്ങൾ ബോട്ടിലും കയറിയില്ല, ട്രെയിനിലും കയറിയില്ല. ഇതിൽ രണ്ടിലും കയറാനുള്ള ടൈം ഇല്ലായിരുന്നു. ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കാരൊക്കെ വന്ന് ചേരുമ്പോഴത്തേക്കും 15 പേരാവണ്ടേ ബോട്ടിങ്ങിന്. അതുപോലെ ട്രെയിനിലും ആൾക്കാർ വേണമല്ലോ. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൽ രണ്ടിലും കയറിയില്ല. അത്യാവശ്യം ചുറ്റി കണ്ട് ആസ്വദിച്ചു. എങ്ങനെയാണ് പിന്നെ കഴിക്കുന്നത്? അൻസുകുട്ടി എല്ലാ പാർക്കിലും കയറി കളിയായിരുന്നു. ഊഞ്ഞാലിലും ചർക്കിലും എല്ലാം കയറി അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവളെ സംബന്ധിച്ച് ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. അമ്മു ഒക്കെ സ്കൂൾ ടൈമിലൊക്കെ ഇവിടെ ടൂർ വന്നിട്ടുണ്ട്, സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. ഫോട്ടോ ഓർമ്മയുണ്ട്. പതുക്കെ കയറ്. അമ്മ വരട്ടെ? തന്നെ പറ്റുമോ? മിടുക്കി. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ശംഖിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടിയ അവസരത്തിൽ എടുത്ത വീഡിയോ ആണ് ശംഖിൻ്റെയൊക്കെ. കാരണം അൻസുമോട്ടി ഒരു പ്രകാരത്തൊന്നും പാർക്കിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. എനിക്കോ അമ്മൂനോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വരുന്നില്ലേ? 15 പേരുണ്ടെങ്കിൽ പറ്റുള്ളൂ. ഒരു ബോട്ട് നമ്മൾ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. വാ മതിയാക്ക്. വാ, സമയം പോകുന്നു. ഓടി വാ. എന്നാ ബാബ എടുക്കാം.
കൊണ്ടായിരുന്നു അവൻ്റെ കൊടുത്തു വിടായിരുന്നു എന്നാ ഒരട്ട ചോദ്യത്തിൽ ഒരു വിധത്തിൽ അൻസുമോളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡും കഴിച്ചു. ഇറങ്ങിയ സമയം ഒരു 6 മണി 7 മണിയൊക്കെ ആയി കേട്ടോ. നല്ല വിശപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഇച്ചാൻ അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ സമയമായിരുന്നു. അപ്പം ഞങ്ങൾ ഇച്ചാനെയും വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. ഇച്ചാനെയും കൂട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.